നമ്മൾ സിനിമാ പ്രേക്ഷകരെ ഒരുപാട് നടീനടന്മാരുടെ വളർച്ച കണ്ടിട്ടുണ്ട്. കൺമുന്നിലൂടെ അങ്ങോട്ട് വലിയ ആളായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാളാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എൻ്റെ ഗസ്റ്റ്. കഴിഞ്ഞ വർഷം ഇദ്ദേഹം സ്പോട്ട്ലൈറ്റിൽ പറഞ്ഞ കുറച്ച് ആഗ്രഹങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നേടിയെടുത്തിട്ടാണ് ഇപ്പതാ വീണ്ടും എൻ്റെ മുന്നിലിരിക്കണേ. ഞാൻ ശാലിനിയാണ് ആൻഡ് ഗസ്റ്റ് ഈസ് ഉണ്ണി മുകുന്ദൻ. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. പറഞ്ഞ ശരിയല്ലേ, ഒരു വർഷം കൊണ്ട് ഉണ്ണി അങ്ങ് വളർന്ന് വിടർന്ന് പന്തലിച്ചില്ലേ? അങ്ങനെ തോന്നുവാണെങ്കിൽ ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. സത്യം പറഞ്ഞോ? അല്ല, എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് റിലീസായ സിനിമ അച്ചായൻസിൽ എൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ് കൂടുതൽ സംസാരം. സാധാരണ കാഴ്ചയിൽ വരുന്ന ഭംഗിനെ കുറിച്ചും മസിലിനെ കുറിച്ചും ആണ് ഫോക്കസ് മാറി പോകുന്നത്. അപ്പോൾ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അതൊന്നും അല്ല. സ്പെസിഫിക് ആയിട്ട് ചില സീൻസിനെ കുറിച്ചും അതിനെക്കുറിച്ചും വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം സ്പോട്ട്ലൈറ്റ് എടുത്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എന്നെ ചീത്ത വിളിച്ചത്. ഇതല്ലാണ്ട് വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചത്. ഞാൻ ഈ മസിലിനെ കുറിച്ചും ഭംഗിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തവണ അത് മാറ്റി പിടിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് അത് കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നതുകൊണ്ടാണോ എന്നോട് പറയാൻ തോന്നിയോ? ഉണ്ണി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ്, കേൾക്കണോ? വേണമെങ്കിൽ കേൾക്കാം. എന്റെ ആഗ്രഹങ്ങൾ മാറ്റം വന്നിട്ടില്ല. അതിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. വെയിറ്റ്, ഒരു വോയിസ് ക്ലിപ്പാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓക്കെ. എന്റെ ഒരു സീരിയസ് ഒരു ആഗ്രഹമുണ്ട്. ലാലേട്ടന്റെ ഒപ്പം ഒരു മാസ് മൂവിയിൽ ഒരു മാസ് വില്ലൻ ക്യാരക്ടർ ആരെങ്കിലും ഓഫർ ചെയ്താൽ തീർച്ചയായിട്ടും ചെയ്യും. ലാലേട്ടന്റെ വില്ലനായിട്ട് ലാലേട്ടന്റെ രണ്ട് ഇടി കൊടുക്കാൻ വലിയ ഇഷ്ടത്തിൽ നിൽക്കുക. വില്ലന്മാർക്കല്ല ഇടി കിട്ടുക. ആദ്യം കൊടുക്കുമ്പോഴാണ് തിരിച്ചിട്ടാ ആ കൺസെപ്റ്റ് ദാറ്റ് ഈസ് ഒരു എവറി ബിഗ് ഹീറോ ഹാസ് എ ബിഗ് വില്ലൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ബാറ്റ്മാന്റെ വില്ലൻ ജോക്കർ അങ്ങനെയൊക്കെ ഭയങ്കര ഞാൻ ജോക്കറായി. ഇവിടെ സ്പോട്ട്ലൈറ്റിൽ ഉണ്ണി ഇത് പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കാണ് ന്യൂസ് വന്നത്. ജനതാ ഗാരേജില് മോഹൻലാലിന്റെ വില്ലനായിട്ടാണ് അഭിനയിക്കണത് പറഞ്ഞിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു, അത് നടന്നു. അടുത്ത ആഗ്രഹം പറഞ്ഞതിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്തായിരിക്കും? പാട്ടാണോ? അത് തന്നെ. സിനിമയിൽ പാട്ട് പാടാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി മറന്നുയിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. ഐ ആം സോ ഹാപ്പി ആക്ച്വലി. അത് പിന്നെ ഭയങ്കര പോസിറ്റീവ് നോട്ടിലാണ്. 2 സിനിമകളും വലിയ വിജയമാണ് എന്റെ കരിയറിൽ. ഇപ്പൊ ജനതാ ഗാരേജിന്റെ ആദ്യത്തെ തെലുങ്ക് പടമായിരുന്നു. ആദ്യമായിട്ട് ലാലേട്ടന്റെ ഒപ്പം അഭിനയിച്ച സിനിമ. ആദ്യമായിട്ട് അന്യഭാഷയിൽ പോയിട്ട് വില്ലനായിട്ട് അഭിനയിച്ച പടം. അങ്ങനെ കുറെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. ഐ എം ഹാപ്പി. അതും പിന്നെ അച്ചായൻസിൽ പാട്ട് എഴുതാനും പാട്ട് പാടാനും കുറെ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. താങ്ക് യു. പഴയ കാര്യങ്ങൾ ഈ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇതൊക്കെ വോയിസ് ക്ലിപ്പ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാലോ. എന്താ അറിയോ, സ്പോട്ട്ലൈറ്റിൽ വന്ന എങ്ങനെയാ പിന്നെ വെച്ചടി കയറ്റുക. ആണോ? എല്ലാവർക്കും അങ്ങനെയാ. പിന്നെന്തൊക്കെയാ ഒരു വർഷം കൊണ്ട് വന്ന മാറ്റങ്ങൾ? ഒരു വർഷം കൊണ്ട് വന്ന മാറ്റങ്ങൾ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി എന്റെ ഫിറ്റ്നസ്സിൽ ഞാൻ അതിന്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചോദിക്കുന്നില്ല, അത് ചോദിക്കുന്നില്ല. നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. മിണ്ടി പോരുത്. ഓക്കെ. പിന്നെ സിനിമകൾ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർ എന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ട്. എനിക്ക് വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ എന്നെ നേരിട്ട് ആൾക്കാരെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഫേസ്ബുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു മിറർ റിഫ്ലക്ഷൻ പോലെയാണ്. സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ആൾക്കാർ ഇപ്പൊ നമ്മൾ ലൈവായിട്ട് വരുമ്പോഴൊക്കെ കുറെ മെസ്സേജസും നമ്മളോട് വളരെ കാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു, വളരെ പേഴ്സണൽ ആയിട്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നോട് ഇഷ്ടം കൂടിയിട്ടുണ്ട്. അച്ചായൻസ് എന്ന സിനിമയുടെ വിജയം അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ഞാൻ നന്നായി എന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു സോ കോൾഡ് ഗ്രോത്ത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. വളർന്നു. സ്പോട്ട്ലൈറ്റിൽ ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് ഉണ്ണി മുകുന്ദനാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞേക്കാൾ നല്ലത് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അച്ചായൻസിലെ ടോണി വാവച്ചൻ. ടോണി വാവച്ചൻ ഇത്രേ ഉള്ളൂ. വോയിസ് ഒക്കെ സിനിമയിൽ ഇങ്ങനെയല്ലോ, ഭയങ്കര എനർജിയാണ്. ഞാനിപ്പോ 2 മണിക്കൂർ തൃശ്ശൂരിൽ നിന്ന് വണ്ടി യാത്ര ചെയ്തിട്ട് അതിന് മുന്നേ ഞാൻ ഒരു 1.5 മണിക്കൂർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ പിന്നെ പറയാം. കഴിഞ്ഞ വർഷം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കായിരുന്നു പ്രചോദി നികേതൻ കോളേജിൽ തൃശ്ശൂർ അല്ലേ? അതെ. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ 6th സെം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എഴുതാൻ പറ്റാത്ത ചില പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഷൂട്ടിംഗ് കാരണം ഞാൻ മാറ്റിവെച്ച തോറ്റിട്ടില്ല, ക്ലാസ്സിൽ ടോപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് പറയാം. തൃശ്ശൂർ കേൾക്കട്ടെ, ധൈര്യമായിട്ട് പറയാം. ഒരു സബ്ജക്റ്റില് പിന്നെ കേട്ടാലോ അത് കാര്യമായിട്ട് പറയാം. ഒരു സബ്ജക്റ്റില് ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു. ഞാൻ BA ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ജയിച്ചിട്ട് ഇതിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഈ ക്ഷീണം എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ ബാക്കി വെച്ച എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ യാത്ര അതൊക്കെ ഫെയിൽ ആയിട്ടില്ല. ഞാൻ ഈ കോളേജിൽ പഠിച്ചിട്ട് ഫെയിൽ ആയിട്ടില്ല. എനിക്ക് എഴുതാൻ പറ്റാത്ത കുറെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിലിപ്പോ എനിക്കിപ്പോ ടോട്ടൽ ഒരു 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. അതും കൂടി എഴുതി കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി പാസ്സാവും. അതെ. അതുകൊണ്ട് PG ചെയ്യും. ഞാൻ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കും. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന്റെ പേരിലാണ്. ബിക്കോസ് ഞാൻ രമേശ് പിഷാരടി ചേട്ടൻ ചെയ്യുന്ന ഒരു ഷോയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതാ ഇങ്ങനെ +2 വരെ പഠിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷെ ഞാൻ അതിനെ ഒരിക്കലും ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് കാണുന്നില്ല. അത് ഒരിക്കലും ആൾക്കാർ അതിനെ ഫോളോ ചെയ്യരുത്. മിനിമം ഗ്രാജുവേഷനെങ്കിലും ആരായാലും എടുക്കണം. +2 കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ണി മുകുന്ദൻ +2 വരെ പഠിച്ചു. ഇനി അങ്ങനെ എന്നെ ഫോളോ ചെയ്തിട്ട് ആ ഒരു കാര്യത്തിൽ ആരും ഫോളോ ചെയ്യേണ്ട എന്നുണ്ടായിരുന്നു. ഭാവിയിൽ ആരെങ്കിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി എങ്കിലും കിടക്കട്ടെ എന്ന് വേണമല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കല്യാണ മാർക്കറ്റിൽ ഉണ്ണി മുകുന്ദൻ ഇപ്പൊ ഡിഗ്രി എന്ന രീതിയിൽ
അത്രയുണ്ട്. ഞാൻ കല്യാണം അതിനെ കുറിച്ചുള്ള എന്റെ പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും ഇതിനൊന്നും സമയമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം ഒരു സമയത്തിന്റെ ഒരു ഇല്യൂഷന്റെ ഭാഗമായിട്ട് അങ്ങ് കളയും. 25 വയസ്സായി അപ്പോൾ ജോലി വേണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ 18-ാം വയസ്സിൽ +2 പാസ്സാവണം, 30-ാം വയസ്സിൽ ഒരു വണ്ടിയെങ്കിലും ഉണ്ടാവണം, 45-ാം വയസ്സിൽ റിട്ടയർമെന്റ് തീരാറായി. ഈ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ കുറെ ജീവിതങ്ങൾ ഇങ്ങനെ പാഴായി പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു ടൈം ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. അല്ലാണ്ട് നാട്ടുകാർ പറഞ്ഞു വെച്ച സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞത് ശരിയല്ല. സംഭവിച്ചു. ഇപ്പൊ ഉണ്ണി പോകുന്നതിന് 29 വയസ്സല്ലേ? സെപ്റ്റംബർ 22 I'll turn 30. ഈ ഇത്രയും പ്രായത്തിനുള്ള സൊസൈറ്റിയുടെ കുറെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെ ഉണ്ണി ചെയ്തു തീർത്തു? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെക്കാം. 2 വീട് വെക്കാൻ പറ്റിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്നെ സഹായിച്ചവരെ എനിക്ക് തിരിച്ച് സഹായിക്കാൻ പറ്റി. പിന്നെ എന്താ, വണ്ടി വാങ്ങിച്ചു. അത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. 30-ാമത്തെ വയസ്സിൽ വണ്ടി വാങ്ങിക്കണം നേരത്തെ പറഞ്ഞില്ലേ? അത് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഐ ഡിഡ് ഇറ്റ്. ഐ മീൻ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ലൈഫിൽ ബീൻ വെരി മിറാക്കിൾ. പക്ഷെ ഞാൻ അതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ ഈ ഒരു ടൈം എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തു പോകും. ഇപ്പൊ കല്യാണം പറഞ്ഞില്ലേ, ചിലർ റെഡി അല്ല, പക്ഷെ അവർ കല്യാണം കഴിച്ചു കളയും. പിന്നെ കല്യാണം കഴിച്ചിട്ട് അതിനെ കുറിച്ച് ഒരു ആലോചന എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ മാനസികമായിട്ട് ഞാനൊരു 12 വയസ്സാണ് കറക്റ്റ് പറയാം. വേണമെങ്കിൽ പുഷ് ചെയ്യണമെങ്കിൽ ഒരു 14 വരെയൊക്കെ പോകും. ഞാനായിട്ട് അതെങ്ങനെ പറയുന്നത്? ശാരീരികമായിട്ടും ഒരു 30 എന്ന് പറയാം. മെന്റൽ ഒരു അവസ്ഥ എന്ന് പറയാൻ 45 എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ബൈ ഹാർട്ട് ഐ എം ലൈക്ക് 14. ചിലപ്പോൾ കുറെ റണ്ണിങ് ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും, കാർഡിയോ വാസ്കുലർ എക്സസൈസസ് ചെയ്തുകൊണ്ട് എന്റെ ഹാർട്ട് കണ്ടീഷൻ 14. ഉണ്ണി പൂന്തനെ പോലെ ഒരാൾക്ക് എങ്ങനെ ഈ ക്യാരക്ടർ കിട്ടിയത്? ഉണ്ണിയുടെ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണല്ലോ. അതാണ് ഞാൻ ആക്ച്വലി ഈ സിനിമയുടെ ഇനീഷ്യൽ തോട്ട് ഒരു 3 വർഷം മുന്നേ സേതുവേട്ടൻ ജയറാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതിൽ അഭിനയിക്കാൻ ഐ വാസ് നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്. ആക്ടിംഗ് സൈഡിൽ സേതുചേട്ടൻ എന്റെ അടുത്ത സുഹൃത്തും ഒരു ബ്രദർലി റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഐ വാസ് ഓൾവേസ് എ പാർട്ട് ഓഫ് ഇതിന്റെ ഒരു പ്രോസസ്, ഓൺ ഗോയിങ് പ്രോസസ്സിൽ. ഇതിങ്ങനെ ഡെവലപ്പായി വന്നപ്പോൾ ഞാൻ എന്റെ തെലുങ്ക് തമിഴ് ബൈലിംഗ്വൽ ജോയിൻ ചെയ്തു, ഭാഗ്മതി. അതിന്റെ ഒരു ഗ്യാപ്പ് ടൈമിലാണ് ഇതിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിംഗ് ആയി വരുന്നത്. അപ്പൊ ഞാനിത് അസിസ്റ്റ് ചെയ്യാം, ഇവരുടെ ഒരു ക്രിയേറ്റീവ് ടീമിൽ ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഫ്രീ ടൈമാണ്. അവിടെയാണ് ഇവർ പറഞ്ഞത്, ഉണ്ണിക്ക് എന്തായാലും ഫുൾ കഥയും അറിയാം, ഐ ഡോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സോ വെൻ വി ഡിസൈൻഡ് ഇത് ടോണി മാവച്ചനെ കുറിച്ച്, അപ്പോൾ ഞാൻ ചെയ്യാത്തൊരു സാധനം ആണ് ഉണ്ണി. മീൻസ് ദേ വർ ലൈക്ക് കള്ളുകൂടി ആലമ്പൻ. പക്ഷെ നല്ലവനാണ്. അങ്ങനെയല്ല. എന്തായാലും എന്നെ കാസ്റ്റ്യൂം ആരും അങ്ങനത്തെ അത്രയും ക്യാരക്ടേഴ്സ് എൻ്റെ അടുത്ത് പിച്ച് ചെയ്യാറില്ല. സോ ഇത് ചെയ്തു, അത് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഹാസ് റൊമാൻസ്, അതിൽ ഹ്യൂമർ ഉണ്ട്, പിന്നെ സെന്റിമെന്റ് സീൻ ഉണ്ട്, ആക്ഷൻ. ബട്ട് ഓഫ് കോഴ്സ് ഞാൻ ആയതുകൊണ്ട് 2-3 ആക്ഷൻ സീക്വൻസും ഉണ്ട്. അതെ. പക്ഷെ ഓവറോൾ എനിക്ക് ഇതുവരെ ഓഫർ ചെയ്യാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും വരാറില്ല. അങ്ങനെയാണ് ഞാൻ ടോണിയിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഐ ടുക്ക് എ ഡിസിഷൻ ദാറ്റ് ലെറ്റ് us be like കുറച്ചും കൂടി നമുക്ക് കമ്മിറ്റഡ് ആയിട്ട് ഈ കാര്യം എന്തായാലും ഏറ്റെടുത്തു, ഭംഗിയായിട്ട് ചെയ്യാം. ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ട്സ് എന്റെ കരിയറിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല വൺ ഓഫ് ദി ബെസ്റ്റ്. ഐ മീൻ എന്റർടൈൻമെന്റ് സിനിമ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആർട്ടാണ്. ഏത് സിനിമ, മോശം സിനിമയാണെങ്കിലും ഇറ്റ്സ് എ പീസ് ഓഫ് ആർട്ട്. ഒരു നല്ല സിനിമ, സോക്കോൾ നല്ല സിനിമ എടുക്കാൻ വേണ്ടി ഒരാൾ ചെലവാക്കി അതേ സമയം കമ്മിറ്റ്മെന്റും ടൈമും ഇമോഷനും എല്ലാം ഈ മോശം സോക്കോൾ ഹിറ്റായ മോശം സിനിമ വർക്ക് ചെയ്ത് എടുക്കുന്നത്. സോ ഇറ്റ്സ് എ ഫെയർ ഡീൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ചായ കുടിക്കാം. അങ്ങനെ ഞാൻ ടോണി മാവച്ചനിലേക്ക് എത്തി. എനിക്ക് നല്ലൊരു ഫാൻസി ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഇനി ഞാൻ ചോദിച്ചോട്ടെ? ഞാൻ ചോദിക്കും. നമ്മളെ പടല്ലേ. ശരി, അപ്പൊ വീണ്ടും ഞാൻ ടോണി വാവച്ചനിലേക്ക് വരാം കേട്ടോ. ഈ ക്യാരക്ടർ വെയിൽ മൂക്കുമ്പോ എഴുന്നേക്കുന്ന ക്യാരക്ടറാണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം എഴുന്നേക്കുന്ന ക്യാരക്ടർ. വൈകുന്നേരം 4 മണിക്ക് ജോലിക്ക് പോകണം, വെളുപ്പിന് 4 മണിക്ക് തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്ന ഒരു ഉഴപ്പൻ ക്യാരക്ടർ. പക്ഷെ ഉണ്ണി ഇതൊന്നും അല്ലെന്ന് ഉണ്ണിയെ പറഞ്ഞു. അപ്പൊ പിന്നെ ഉണ്ണി എങ്ങനെയാ? അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ക്യാച്ച്. ബിക്കോസ് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുന്നു, 7 മണിക്ക് ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ 6 മണിക്ക് ജിമ്മിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നു, പിന്നെ എന്റെ ജോലി ബ്ലാ 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 ബ്ലാ. ഇതെല്ലാം തെറ്റിച്ച് ഒരു ആക്ടറിന്റെ അടുത്ത് കാര്യം പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും വരും. അങ്ങനെയാണ് എന്റെ അടുത്ത് പിച്ച് ചെയ്തത്. ഉണ്ണിയുടെ ലൈഫ് പോലെയല്ല, ഉണ്ണിക്ക് പെർഫോം ചെയ്യാം. ഉണ്ണി ഞാൻ പറഞ്ഞു കൊള്ളാറത്. പിന്നെ അതിലത്തെ കുറച്ച് രസകരമായ ചില സീക്വൻസസും എൻ്റെ ക്യാരക്ടർ പോകുന്ന ചില പ്രോബ്ലംസും. അപ്പൊ അതിലൊരു രംഗമുണ്ട്, ദാറ്റ് ഈസ് ഞാൻ ജയറാമേട്ടനോട് പറയുന്നുണ്ട് എനിക്ക് അവളെ വേണം എന്നൊരു സാധനം പറയുന്നുണ്ട്. ഇത് ഇമോഷണൽ ആയിട്ട് ഭയങ്കര, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണ്. എന്നെ ഫീഡ് ചെയ്ത് വെച്ചേക്കാം. ഈ സീൻ എടുക്കുന്ന ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പൊ ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞുകൊണ്ട്, ചേട്ടാ മഴ പെയ്യുന്നുണ്ട്, എന്റെ ഫുൾ ആംബിയൻസ് ഒക്കെ തെറ്റിപ്പോവും, ഇത് ഇപ്പൊ തന്നെ ചെയ്യണം, കോൺസെൻട്രേഷൻ. അപ്പൊ പുള്ളിക്ക് ഇത് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണം. പുള്ളി പറഞ്ഞു മഴ ഭയങ്കര ഡ്രമാറ്റിക് ആണ്, മഴയെ തന്നെ ഷൂട്ട് ചെയ്യാം. അയ്യോ, ഐ വാസ് സോ നെർവസ്. പിന്നെ ഐ വാസ് വെരി റെഡി ഫോർ ഇറ്റ്. എനിക്ക് ഈ സീൻ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെന്നെ ആൾക്കാർ എടുത്ത് എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ഐ മീൻ ലൈക്ക് ഞാൻ സേച്ചോട്ടനോട് പറഞ്ഞു നന്ദിയുണ്ട്, ബിക്കോസ് ഈ സിനിമ ഞാൻ ചെയ്യില്ല എന്നൊരു സാധനം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പോൾ ആ ടീമിന്റെ ഒപ്പം തന്നെ ഇനിയും കുറെ പടങ്ങൾ വരും. യു നെവർ നോ, a chance to. Oh yeah.
കഴിഞ്ഞ വർഷം വന്നതിൽ നിന്ന് ഈ വർഷം വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, ഉണ്ണി കുറെ മലയാളം പറയണു. അല്ല അത് ചിലപ്പോ ഞാൻ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ ഞാൻ കോൺഷ്യസ് ആയി. ഭാഷ എപ്പോഴും ഒരു വികാരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് എന്റെ ലാംഗ്വേജ് അത്രയും ഇഷ്ടമാണ്. മലയാളം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഗുജറാത്തിൽ 21 വർഷം അല്ലെങ്കിൽ 23, എന്റെ അമ്മ ഇന്നലെ പറഞ്ഞു ടെക്നിക്കലി 23 വർഷമാണ് ഉണ്ണി. ഞാൻ എന്റെ അമ്മയോട് ഇന്നലെ പറയുന്നത് 10 വർഷമായി അമ്മ ഞാൻ അമ്മയുമായിട്ട് മാറി നിൽക്കുന്നു. അപ്പൊ അമ്മ പറയും എത്ര വയസ്സാണ് നിനക്ക്? 29 ആയില്ലേ? അപ്പൊ എന്റെ അമ്മ പറയും ഇല്ല 22 നീ ഇവിടുന്ന് നാട്ടിലേക്ക് പോയത്. അപ്പൊ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നടക്കുന്നുണ്ട് 10 വർഷമായി. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ട് 10 വർഷം ആയിട്ടില്ല. ആണല്ലേ? അതെ, എന്റെ അമ്മ എന്റെ മെലോ ഡ്രാമ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം മലയാളം സംസാരിക്കുന്നു എന്ന് പറയുന്നത് വെച്ചാൽ കൂടുതൽ ഇപ്പൊ ഞാൻ മീറ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെ എല്ലാവരും അതാണ്. ബട്ട് ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. ഒട്ടും മോശമല്ല, നല്ല വടക്കൻ മലയാളമാണ് സംസാരിക്കുന്നത്. ആണല്ലേ? വീട്ടിലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എവിടെ വീട് വെച്ചിരിക്കണേ? പുതിയ വീട് വെച്ചിരിക്കണേ ഒറ്റപ്പാലം. ഓ അവനെപ്പോഴും അങ്ങനത്തെ സ്ലാങ് ആയിരിക്കും അല്ലേ? അതിന്റെ ചെറിയൊരു ഇതുണ്ട്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാരും ന്യൂട്രൽ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ആരും അങ്ങനെ സ്ലാങ് പഠിച്ച് സംസാരിക്കുന്നു. പക്ഷെ ഉണ്ണിക്ക് ഭയങ്കരമായിട്ടുണ്ട് സ്ലാങ്. പക്ഷെ സിനിമയിൽ ഞാൻ ഡബ് ചെയ്യുമ്പോൾ എന്നോട് സ്പെസിഫിക്കലി പറയും ഇല്ല എന്നൊക്കെ ഒഴിവാക്കി പറയുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയി പോയാൽ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ ഇപ്പൊ അതില്ല. തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. അത് കുറെ പേര് ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവർ പിന്നെ വരാണ്ടിരിക്കും അൺനാച്ചുറൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ല. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത് ഒരാളുടെ യുണീക്നെസ് അങ്ങനെ കളയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സിനിമയിൽ ആദ്യം ഒരു പുതിയ നടൻ വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കും. അപ്പൊ അവിടെ തന്നെ അവന്റെ തീരുമാനം. പിന്നെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ മല്ലു സിംഗിൽ വേറൊരു ചേട്ടനെ ഡബ് ചെയ്ത. തെലുങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട്. ശരി, ഉണ്ണീനെ അങ്ങനെ പുതുമുഖ നടനായിട്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നപ്പോ ഉണ്ണീനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഉണ്ണിക്കുണ്ടായ ദോഷങ്ങൾ എന്തൊക്കെയാ? കുറെ സിനിമകൾ പോയി. ഒരു സിനിമ പറഞ്ഞേ പോയത്? കുറെ സിനിമ, ഒരു സിനിമ പറയാൻ പറ്റില്ലല്ലോ. ശരി, ഒരു 5 പറഞ്ഞു. അത് എന്റെ സിനിമകളായിരുന്നില്ല. ഇതിന്റെ വേറൊരു പോസിറ്റീവ് വശം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഐ വാസ് നോട്ട് റെഡി. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ സിനിമകൾ പോയിട്ടുണ്ട്. അതിന്റേതായ നെഗറ്റീവ് ഫീഡ്ബാക്സും വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ കുറെ ഞാൻ പൊട്ടി കരഞ്ഞ ദിവസങ്ങളുണ്ട്. പിന്നെ പോസിറ്റീവ് ആയെന്ന് വെച്ചാൽ ഇന്ന് ഇതേ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്റെ സിനിമകൾ. അത് ഇന്ന് ഞാൻ പാട്ട് പാടി എന്റെ സിനിമയിൽ ഞാൻ പാട്ട് പാടുന്ന ഒരിക്കലും വിചാരിച്ചില്ല അന്ന്. പക്ഷെ ഇപ്പോ യൂട്യൂബിൽ ഏറ്റവും ഹിറ്റായി കിടക്കുന്ന ഒരു പാട്ടാണ്, ഞാൻ പാടിയ പാട്ടാണ്. ലൈഫിൽ എപ്പോഴും നമുക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വി ഷുഡ് ബി ലൈക്ക് മോർ സ്ട്രോങ്, യു വർക്ക് ഓൺ ഇറ്റ്. പിന്നെ ഇന്ന് എല്ലാവരും നല്ലതായി എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിൽ ഞാൻ എന്റെ സ്വകാര്യ ജീവിതത്തിൽ നടത്തിയ ചെറിയ ചെറിയ പോരാട്ടങ്ങൾ ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും. എന്നോട് ലാൽ ജോസ് സാർ ചേട്ടൻ എന്നോട് പറഞ്ഞ സംഭവമുണ്ട്. ഏറ്റവും വലിയ ലൈഫിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നനഞ്ഞ തലവണ ഉണ്ടാവും. എനിക്ക് പിന്നീട് മനസ്സിലായത്. നമ്മൾ ഈ കരയുമല്ലോ, അപ്പൊ നമ്മൾ യു ക്രൈ, യു നെവർ നോ. ഐ മീൻ ലൈക്ക് അതൊരു ഭയങ്കര സിംബോളിക് ആയിട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വേദന. എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇറ്റ്സ് നോട്ട് നിന്റെ മാത്രമായ ഒരു വികാരമല്ല, എല്ലാവർക്കും ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും കരിയറിന്റെ ഒരു ഘട്ടത്തിൽ ഒരു സിനിമ എന്നെ എപ്പോഴും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പച്ചായൻസ് ആയാലും എന്റെ കരിയറിൽ ഉണ്ടായ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. 5 ദിവസത്തിൽ 6 കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. ഇപ്പൊ സ്റ്റൈൽ വിചാരിച്ച പോലെ തിയേറ്ററിൽ ഓടാത്ത ഒരു സിനിമയാണ്. എന്നാൽ യൂട്യൂബിൽ അത് 7 മില്യൺ ഹിന്ദി വേർഷൻ അത് ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് എവിടേക്കോ ചെയ്ത കാര്യങ്ങളെല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എടുത്ത തീരുമാനങ്ങൾ അങ്ങനെ തെറ്റൊന്നുമല്ല. ഇറ്റ് ഈസ് ഗുഡ്, എല്ലാം നല്ലതാണ്. ഇപ്പൊ തെലുങ്കിലും ഹിന്ദിയിലൊക്കെ വളരെ ഹിറ്റായിട്ടാണ്. എന്റെ കുറെ നോർത്തിലുള്ള എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും അവരുടെ കോമൺ ഫ്രണ്ട്സ് എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാനൊരു സിനിമ കണ്ടു, ഐ തിങ്ക് ഇറ്റ്സ് യുവർ ഫ്രണ്ട്. അപ്പൊ അത് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു സംഭവം. ഗുജറാത്തിലെ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കുന്നത് നീ മലയാളം സിനിമകളും തമിഴും തെലുങ്കും ഒക്കെ ചെയ്ത് നടക്കുന്നത്, എപ്പോഴാണ് ഒരു ഹിന്ദി പടം ചെയ്യുക? വി ഷുഡ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ. ഞാൻ പഠിച്ച സ്കൂളിന്റെ ഒരു പ്രഗതി എന്നാണ്. പ്രഗതി മീൻസ് ലൈക്ക് ടു പ്രോസ്പർ. അതിന്റെ തൊട്ട് മുന്നിൽ ഒരു സ്കൂളിന്റെ അനുപം തിയേറ്റർ എന്ന് പറയുന്നത്. അനുപം ഇവിടെയാണ് ഞാൻ ഋതിക് റോഷന്റെ ഫസ്റ്റ് പടം റിലീസായപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ തിയേറ്റർ, അതുവരെ നമ്മളങ്ങനെ സിനിമ ക്രേസ് ഒന്നുമില്ല, പാസ് ചെയ്തു പോകും. പക്ഷെ ഋതിക് റോഷന്റെ സിനിമ വന്നപ്പോൾ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആൻഡ് ഓൾ, ഞാൻ നോക്കി ഇത് എന്താണ്. പിന്നെ ഞാൻ കുറെ കൂടി ഈ തിയേറ്ററിനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഒരു പടം അവിടെ പ്രോപ്പർ ഹിന്ദി ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ പോയിട്ട് കാണണം. അതെ അതെ അതെ, വലിയ കട്ടൗട്ട്. ഞാൻ അവിടെ ഗുജറാത്തിൽ തന്നെ ഒരു ജിമ്മുണ്ട്, എന്നെ ട്രെയിൻ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളി ഒരു ബോക്സർ ഒക്കെയാണ്. അപ്പൊ ഞാൻ പണ്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബോക്സർ ആവണമെന്ന്. അപ്പോ പുള്ളി പറഞ്ഞു ഗ്ലാമർ കൂടി പോയി, ഈ ഗ്ലാമറുള്ള പിള്ളേർക്ക് പറ്റിയ പണിയല്ല. ബിക്കോസ് പുള്ളിയുടെ ഒരു കണ്ണും 2-3 പല്ലൊക്കെ പോയി. അപ്പൊ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ബോക്സിംഗ് ഒന്നും ചെയ്ത് അതിന് സ്കോപ്പ് ഇല്ല, ഇന്ത്യയിൽ അതിനെ ഭയങ്കര പ്രോത്സാഹനം. പുള്ളിയുടെ വേദനയൊക്കെ പറയാൻ തുടങ്ങി. ബട്ട് ഹി യൂസ് ടു വർക്ക് ഔട്ട് ഇൻ ദ മിഡ് നൈറ്റ്. അപ്പൊ എനിക്ക് ഇയാളോട് ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ ജിമ്മിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ താഴെ കൂടെ പെൺകുട്ടികൾ ഇങ്ങനെ പോകും. അപ്പോൾ
ഭയങ്കരമായിട്ട് മസിൽ ഉണ്ടാക്കി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ജനലില്ലാത്ത കോർണറിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ആ ചേട്ടൻ പറയും പെൺകുട്ടികളെ കാണിച്ചിട്ട് കുറച്ച് ഫ്ലെക്സ് ചെയ്യാമെന്നൊക്കെയാണ്. എന്നെ ആ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇത്തിരി മസിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയും. അപ്പൊ ഞാൻ പറയും ചേട്ടാ അത് അവിടെ കണ്ട അത് അപ്പുറത്ത് അവിടെ എന്റെ പോസ്റ്റർ ഞാൻ വെക്കും കേട്ടോ. ഏത് പോസ്റ്റർ? ഞാൻ സിനിമ ചെയ്യും. ആ ജിമ്മിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വലിയൊരു ഹോർഡിങ്സ് ഒക്കെ വരും. പല പല ഷാറുഖ് ഖാന്റെയും ഋത്തിക് റോഷന്റെ ഒക്കെ ഹോർഡിങ്സ് അവിടെ കിടക്കും. ഞാൻ ഇതൊക്കെ കുറെ ആയില്ലേ, മാറ്റണ്ടേ? പുള്ളി എപ്പോഴും ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കും, പറഞ്ഞൊന്നും മറക്കരുത്, യു ഷുഡ് ഡു ഇറ്റ്. അപ്പൊ അതൊക്കെ ഒരു ലൈഫിന്റെ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. ശരി, ഇപ്പൊ ആദ്യം തമിഴിന്ന് വന്നിട്ട് മലയാളം കടന്ന് കുറച്ചുകൂടി മുകളിലെത്തി, തെലുങ്ക് എത്തി, പിന്നെ മുകളിലേക്ക് ഓഫേഴ്സ് വന്നോ? ഉണ്ടല്ലോ, കിടക്കല്ലേ, ഇങ്ങനെ സമയമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അതാണ്. ഓഫേഴ്സ് വന്നോ അതാ ചോദിച്ചേ? ഓഫേഴ്സ് ഇല്ല, അങ്ങനെ ഒരു ഡ്രമാറ്റിക് ഓഫേഴ്സ് ഒന്നും ഇല്ല. എങ്ങനെ ചെറിയ അങ്ങനെ ഒന്ന് രണ്ട് വല്ല ആഗ്രഹം ഇപ്പൊ പറഞ്ഞോ, അടുത്ത പ്രാവശ്യം സ്പോട്ട്ലൈറ്റ് വരുമ്പോഴേക്കും ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. എന്നാ പിന്നെ എനിക്ക് ജെയിംസ് ബോണ്ട് ആയിട്ട് അഭിനയിക്കാം, പിന്നെ സൂപ്പർ. ഞാൻ ഡയറക്റ്റ് ഹോളിവുഡിലേക്ക് പോയി. ബോളിവുഡ് ഇവിടെ ഉണ്ടല്ലോ. കുറച്ച് കൂട്ടി പറഞ്ഞേക്കാം. ശരിക്കും ബോളിവുഡ് ആണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. പിന്നെ ഇപ്പോഴും ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണല്ലോ സൗത്തിൽ നിന്ന്. എനിക്ക് തോന്നിയത് പല നടന്മാര് പോകുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഹിന്ദി പറയുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. ഇൻ ദാറ്റ് കേസ് എനിക്ക് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പണ്ടും. മലയാളത്തിലോ അല്ലെങ്കിൽ അന്യഭാഷയിൽ അഭിനയിക്കാൻ പോയപ്പോഴും തെലുങ്കിൽ എനിക്ക് ഒട്ടും തെലുങ്ക് അറിയില്ല. പക്ഷെ എന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ എന്തൊക്കെയോ ട്രിഗർ ആവുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഇനഫ്, അത് മതി. ഉണ്ണി, ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. റെഡി? സിംഗിൾ സ്റ്റാറർ ഓർ മൾട്ടി സ്റ്റാറർ? സിംഗിൾ. ഹീറോ മാസ് എൻട്രി സീൻ എനിക്ക് നിർബന്ധമാണ് എന്റെ സിനിമയിൽ. കിട്ടിയാ കൊള്ളാം. ജിം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോവാൻ ഇഷ്ടമുള്ള സ്ഥലം വീട്ടിലേക്ക്. അപ്പൊ ജിം ആണോ ഫസ്റ്റ്? പീരിയഡ് മൂവി ഓർ സൂപ്പർ ഹീറോ മൂവി? ഓ മൈ ഗോഡ്, രണ്ടും. എന്നാ സൂപ്പർ ഹീറോ. ശരി, ഇഫ് യു വർ ഗിവൻ എ ചാൻസ് വാട്ട് വുഡ് യു ചൂസ്? കേട്ടോ, ബാഹുബലിയിലെ അമരേന്ദ്ര ബാഹുബലി ഓർ രണ്ടാം ഊഴത്തിലെ ഭീമൻ? ബാഹുബലി. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമ ഡാഷ് ആണ്. ഏറ്റവും കൂടുതൽ തവണ റോക്കി. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള എന്റെ തന്നെ സിനിമ ഡാഷ് ആണ്. ബോംബെ മാർച്ച് 12. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? 8 തവണ. ബൈ ഹാർട്ട് ആണ് ഇപ്പോഴും? ഡയലോഗ്സ് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിട്ടില്ല, ഞാൻ എന്നെ കണ്ടുകൊണ്ടിരുന്നു. ആണോ? അതിൽ ആ പാട്ടൊക്കെ പടിഞ്ഞാറ്, അതിലൊക്കെ ഞാൻ എനിക്ക് കുറെ നല്ല ഓർമ്മകളുണ്ട്. ആ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ വഞ്ചിങ്ങനെ തുഴഞ്ഞു വരുമ്പോഴും ഞാൻ ആ കുട്ടി ഇങ്ങനെ എന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഞാൻ അവളെ പിടിക്കണ വേണ്ടെന്ന് വെച്ചാൽ വിട്ട് കളഞ്ഞു. അപ്പോൾ ഡമാന്ന് വീണു, അവൾ എന്നെ ചീത്ത പറഞ്ഞതും. ശരി, അക്കോർഡിംഗ് ടു യു ട്ടോ, മലയാളത്തിലെ ടോപ്പ് 5 ആക്ടേഴ്സ്. ടോപ്പ് 5 ഇതെന്ത് ഭാവം? എല്ലാവരും എല്ലാവരും ഞാൻ റേറ്റ് ചെയ്യാനായിട്ടില്ല. ഐ തിങ്ക് ഐ എം നോട്ട് ദി ഗൈ ടു റേറ്റ് ദം. അല്ല, ഞാൻ റേറ്റ് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ ഈ 1 ആയിരിക്കണോ 5 ആയിരിക്കണോ ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ടോപ്പ് 5 ആക്ട്രസസ് റേറ്റ്. ഇപ്പൊ എനിക്ക് കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ, അതില് വിഷ്ണുവിന് ലവ് ലെറ്റർ കൊടുക്കുന്നില്ലേ, ലിജോ മോൾ നന്നായിട്ടുണ്ട്. സോ ഷീസ് ലൈക്ക് ഇൻ ദി ടോപ്പ്. എന്റെ റേറ്റിംഗിൽ ടോപ്പ് 5 ഉണ്ട്. കീപ് ഇറ്റ് ലൈക്ക് 5. പ്രയാഗ ഉണ്ട് 4. ലൈക്ക് 3 മഹേഷിന്റെ പ്രതികാരത്തില് അപർണ ബാലമുരളി. ആ കുട്ടി നല്ല. പിന്നെ സെക്കൻഡ് പൊസിഷനില് ഞാൻ കണ്ട സിനിമയില് പിന്നെ നിത്യാൻ, സമൃദ്ധ സുനിൽ. ഞാൻ വിചാരിക്കായിരുന്നു എന്താ പറയാത്ത നിത്യമേനൻ എന്ന്. ഓൾ ടൈം ഫേവറേറ്റ് അല്ലേ? That one thing you can't live without. I mean like എന്റെ parents. One thing. I mean you wanted to be materialistic. Yes. അങ്ങനെയാണെങ്കിൽ ജിം എന്ന് പറയാം, ഡംബിൾസ് എന്ന് പറയാം. Well, who do you dream about? ഡ്രീം വ്യക്തിപരമായിട്ടൊന്നുമില്ല. ഐ ഡോണ്ട് ഡ്രീം അബൌട്ട് എ പേഴ്സൺ ആൻഡ് ഓൾ. നല്ലൊരു ഭാവി ആണ് എപ്പോഴും മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹൂവല്ല. ഐ ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ്. അങ്ങനെ ശാലിനി എന്നോട് ചോദിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഡാഷ് ആണ്. കല്യാണത്തിനെ കുറിച്ച് ആണോ? അതെ. ഐ എം വെരി സോറി. ചോദിക്കും. ഞാനിപ്പോ കല്യാണം കഴിക്കുന്നില്ല. 29 വയസ്സായ ഒരു ചെക്കൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിരിക്കും. പക്ഷെ ഇപ്പൊ ഇല്ല, അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ഇല്ല, ഇപ്പോഴല്ല, നമുക്ക് സമയമുണ്ട്. സമയമുണ്ട്, പക്ഷെ അതാണ് സമയമുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ സംസാരിച്ച കാര്യമില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈക്ക് ഫേസ്ബുക്ക് ലൈവ്. ഏറ്റവും നല്ല ഫീച്ചറാണ്. എനിക്ക് ഏറ്റവും പെട്ടെന്ന് എന്റെ വെൽ വിഷേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും അതിലൂടെയാണ്. പെട്ടെന്ന് അങ്ങനെ തോന്നുകയാണോ ചെയ്യാ ഇങ്ങനെ ഒരു ലൈവ് ചെയ്തേക്കാന്ന്? അല്ല, പ്ലാൻഡ് ആണ്. ഒരു ടൈമിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ടീസറൊക്കെ കൊടുക്കും അല്ലേ? അതെ, മീൻസ് 4 പേര് കണ്ടിരിക്കണമെന്നുണ്ട്. ഇനിയിപ്പോ എല്ലാവരും ഫേസ്ബുക്കിലാണ്, എന്നാലും ഈ ലൈവ് വരുമ്പോ ലൈവായിട്ട് കണ്ടാൽ ഒരു രസമാണെന്ന് എന്ന് തോന്നുന്നു. ഞാൻ അമിതാഭ് ബച്ചൻ ലൈവ് വന്നപ്പോ ഞാൻ ലൈവ് സാർ
ഞാൻ പുള്ളിയോട് പോലീസ് വേഷം ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം. അമിതാഭ് ബച്ചൻ പോലീസ് യൂണിഫോമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. ഇത് എപ്പോഴത്തെ കാര്യം പറയണേ? ഈ അടുത്തായിട്ട് തന്നെ എന്റെ അപ്പൊ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അക്കൗണ്ട് ഇല്ല. ഇനി ഫേക്ക് അക്കൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ, അല്ലാതെ ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഇല്ല. ദൈവത്തെ ഓർത്ത് ഞാനല്ലാതെ. അപ്പൊ ലൈവ് ഇഷ്ടമാണ്. ഇവരുടെ ഫീഡ്ബാക്സ് ഒക്കെ ലൈവായിട്ട് തന്നെ കിട്ടും. കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചിലതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്ത് കളയും. കണ്ടില്ല. ഇറ്റ്സ് ഫൺ ആക്ച്വലി. ഈ അടുത്ത് ജിമ്മൊക്കെ കാണിക്കണുണ്ടല്ലോ. എന്തായാലും ലൈവ് പോകുമ്പോൾ ഞാൻ യുനാനിമസ്ലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബൈസെപ്സ് ഒന്ന് കാണിക്കോ. സുഖിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഇത് കുറെ പേരുടെ കയ്യിൽ ഇല്ല. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷെ ഇപ്പോൾ ദിസ് ഇസ് ദ വേ. പണ്ടത്തെ പോലെ അല്ല. സിനിമ ഇൻഡസ്ട്രി ആയാലും ആൾക്കാരായാലും ഇപ്പോൾ ആക്ടേഴ്സ് അത്രയും ഭയങ്കര വിസിബിൾ ആണ്. സോ ചെറിയൊരു വിസിബിലിറ്റി, ഒരു പേജ് ഉണ്ട്. അപ്പോൾ ലെറ്റ് us മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഈ ലൈവിൽ വരുമ്പോഴേ ആരെങ്കിലും കുറ്റമൊക്കെ പറയാറുണ്ടോ മെസ്സേജ് ആയിട്ട്? എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാറില്ല. ഒരു ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20,000 30,000 മെസ്സേജസ് അതിൽ കിടക്കുന്നുണ്ടാവും. അതിന്റെ താഴെ തന്നെ. നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ മാക്സിമം ഞാൻ അത് വായിച്ചു നോക്കും എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോന്ന്. പലപ്പോഴും സ്പീഡായിട്ടാണ് ഈ മെസ്സേജസ് പോകുക. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇരുന്ന് ഇങ്ങനെ വായിക്കും. ആ ദിവസം അങ്ങനെ തന്നെ പോകും. പക്ഷെ അത് രസമാണ്. അമിതാഭ് ബച്ചന് മാത്രമേ അങ്ങോട്ട് അമിതാഭ് ബച്ചന് ഞാൻ ആണ് ലൈവായിട്ട് പുള്ളി ഇരിച്ചോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാർ എന്റെ പേര് പറയൂ സാർ. സോ ഫണി. നമ്മള് പലപ്പോഴും എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു നടനാണ്, എനിക്ക് ചില രീതിയിൽ സംസാരിക്കാൻ പാടില്ല, ചിലപ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാൻ പാടില്ല എന്ന് പലപ്പോഴും പറയലു. എന്റെ അടുത്ത് ഇപ്പൊ ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് 30 വയസ്സൊക്കെ ആവാറല്ലേ, ചെറിയ പക്വതയൊക്കെ കാണിച്ചുകൂടെ, എന്തിനാ ഇങ്ങനെ പൊട്ടിച്ചിരിക്കണേ, പൊട്ടിച്ചിരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഒരേ തമാശ എനിക്ക് 5 തവണ എൻജോയ് ചെയ്യാൻ പറ്റും. തമാശ ഞാൻ തമാശയായിട്ട് തന്നെ കാണുന്നത്. 3 തവണ കേട്ടുള്ളൂ. ഇത് എന്ത് തമാശയാണെന്ന് പറയാൻ എനിക്ക് തോന്നാറില്ല. ബിക്കോസ് ആ ഒരു ഫൺ ഇസ് ഓൾവേസ് ഫൺ. ഈ ഫേസ്ബുക്ക് മാത്രമേ വേണ്ടെന്ന് വെച്ചുള്ളൂ. ട്വിറ്ററിൽ ഉണ്ടായിരുന്നില്ലേ? ട്വിറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2 തവണ പോസ്റ്റ് ചെയ്ത് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം ട്വിറ്ററിൽ അക്കൗണ്ട് ഉണ്ടാക്കി ആ ബ്ലൂ വെരിഫൈഡ് ടിക്ക് മാർക്ക് വെച്ചു. എന്തിനെന്ന് വെച്ചാൽ ഈ ഫേക്ക് ഐഡീസിന്റെ സ്വൈര്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കി വെച്ചു. സോ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദിസ് സൈഡ് ഇറ്റ്സ് നോട്ട് മീ. ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ഒന്നിങ്ങനെ വിട്ടു നിന്നപ്പോൾ എന്താ ലൈഫിൽ സമാധാനം കിട്ടിയോ? എനിക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും ഫേസ്ബുക്ക് ഒരു പരിധി വരെ ഞാനിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്തില്ലെങ്കിലും എന്നാലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കൂടെ ഇരിക്കുന്ന ആളെ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ടുണ്ട് പലപ്പോഴും. അത് എന്റെ ക്യാരക്ടറിൽ അങ്ങനത്തെ സംഭവമില്ല. ഐ ഓൾവേസ് ഫീൽ ഒഫൻഡഡ് എന്നോട് ആരെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് തോന്നി ഫേസ്ബുക്ക് കയ്യിൽ കിട്ടും നമ്മൾ 2 പേര് ഇരിക്കുമ്പോഴും 5 മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കും, പിന്നെ ഫോണിലേക്ക് പോകും. അപ്പൊ ഈ ഭയങ്കരമായിട്ടുള്ള സൈലൻസ് ലൈഫിൽ 5 പേര് ഇരിക്കുമ്പോഴും 5 പേര് ഫോണിലേക്ക് പോകും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയി തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരാൾ ഫോൺ മാറ്റി വെച്ചാൽ എതിരിരിക്കുന്ന ഒരാൾക്കെങ്കിലും തോന്നും ഇവൻ എന്തെങ്കിലും സംസാരിക്കാന്ന്. ഇപ്പൊ എന്താ കൂടുതൽ ഉപയോഗിക്കുന്നത്? ഏത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണേ? എനിക്കൊരു പേജ് ഉണ്ട്, ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്. അത് എന്റെ ആക്സസിലുണ്ട്. അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന 2-3 പിള്ളേരൊക്കെ ഉണ്ട്. വാട്സാപ്പ് ഉണ്ട്. എല്ലാം നിർത്തി. ആക്ച്വലി നിർത്തിയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു പൊടിക്ക് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു മനുഷ്യനായി വേണമെങ്കിൽ പറയാം, പഴയ പോലെ എന്ന് പറയാം. ഈ അച്ചായൻസിലെ അച്ചായന്മാരെല്ലാരും ജീവിതം നന്നായിട്ട് ആസ്വദിക്കണം ഫിലോസഫിയുള്ള ആൾക്കാരല്ലേ? എന്താ ഉണ്ണിയുടെ ഫിലോസഫി ജീവിതത്തെ കുറിച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടാവും, അതിനെ തേടി പോകണം. എന്താ ഉണ്ണിയുടെ ആഗ്രഹം? കുറെ ഉണ്ട്. 1-2 പറയാം, കേൾക്കട്ടെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് വലിയ ആഗ്രഹം. പിന്നെ ഇതിൽ തന്നെ പല പല മേഖലകളിൽ കൈവയ്ക്കണം. എന്തൊക്കെ മേഖല? എവറിത്തിങ്. സിനിമ ഓഫർ ചെയ്യുന്ന ഏത് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കൈവയ്ക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത്? ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഹൗസ്, സ്റ്റുഡിയോ ഉണ്ടാക്കുക, ഡയറക്ഷൻ, പിന്നെ പാടി പിന്നെ എന്താ സംഗീത സംവിധാനം ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ തന്നെ ഡീഗ്രേഡ് ചെയ്തിട്ടോ എന്നെ തന്നെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ ടെക്നിക്കൽ സാധനങ്ങൾ ഇപ്പൊ ക്യാമറ അത് ചെയ്താൽ ശരിയാവില്ല, കൊള്ളാവും. ബിക്കോസ് അതിനൊരു ടെക്നിക്കൽ നോളജ് വേണം. പക്ഷെ മറ്റ് എല്ലാം ഒരു ഭയങ്കര ഇമോഷണൽ കാര്യങ്ങളാണ്. അപ്പൊ അത് ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്റെ വിശ്വാസം. പിന്നെ ചിലർക്ക് ഇതെന്താ ഇവന് ഈ സംസാരിക്കണം എന്ന് തോന്നിപ്പോകും. പക്ഷെ ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും സബ്ജക്റ്റീവ് ആണ്, ഇമോഷണൽ ആണ്. അപ്പോൾ കുറച്ച് വികാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. സമ്മതിച്ചു. അപ്പൊ അടുത്ത ഫിലോസഫി പറയൂ. അടുത്ത ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലൈഫിനെ ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. ഇപ്പം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും. പല കാര്യങ്ങളും പറഞ്ഞിട്ടും. ഫോർ എക്സാമ്പിൾ മണി, നമ്മൾ ആവശ്യത്തെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി എന്റെ കയ്യിൽ കാശ് വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയൊക്കെ ഓടിയത്. ഐ മീൻ ലൈക്ക് എന്റെ ലൈഫിലുണ്ടായ എനിക്ക് ഏറ്റവും വലിയ തിരിച്ചറിവ് അതാണ്. ബിക്കോസ് 500 രൂപയിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവം സാധിച്ചിട്ട് ബാങ്ക് ബാലൻസ് അങ്ങ് നോക്കാറില്ല. സ്റ്റിൽ ഐ ഫീൽ ദാറ്റ് അന്ന് ഇത്തിരി ടൈറ്റ് ആണെങ്കിലും ഐ വാസ് മോർ റിലാക്സ്ഡ്. പക്ഷെ അന്നുണ്ടായ ടെൻഷൻ ഈ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എന്റെ കയ്യിൽ കാശ് ഉണ്ട്, എന്നാൽ ഞാൻ കുറച്ചും കൂടി സ്ട്രെസ്ഡ് ഔട്ട് ആണ്. ഇപ്പൊ എന്താ ടെൻഷൻ? ഈ പുതിയ നടന്മാരൊക്കെ വരുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ആവുമോ? ഒരിക്കലും ഞാൻ
ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ താഴ്ത്തി കാണാറില്ല. ഞാൻ ആര് വന്നാലും ഓൾ ആർ വെൽക്കം. ഞാൻ പാർട്ട് ഓഫ് ദ റേസ്. നന്നായിട്ട് ഓടുന്നവൻ ജയിക്കും എന്നാണ് എന്റെ കൺസെപ്റ്റ്. അതിപ്പോ ആർക്ക് വേണമെങ്കിൽ ഓടാം. മാരത്തൺ ആണ്, സ്റ്റാമിന ഉള്ളവൻ ജയിക്കും. ഞാൻ ജിമ്മിലും പോകുന്നുണ്ട്. അത് ജിമ്മുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ഇതിനെ ഒരു ഭയങ്കര രസമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ലൈഫിന്റെ ഈ ഒരു ഫിലോസഫി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്റെ അടുത്ത സുഹൃത്തുണ്ട്, ഞങ്ങൾ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ബോത്ത് ഓഫ് us കം ഫ്രം എ വെരി നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ദൈവം സഹായിച്ചിട്ട് ചെറിയ ഏജിൽ തന്നെ ഞങ്ങൾക്ക് പലതും ഞങ്ങൾ വിചാരിച്ചേക്കാളും കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു 4 വർഷം ഒരുമിച്ച് ഒരേ മുറിയിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു സ്പിരിറ്റും ആ ഒരു എനർജി മിസ്സിംഗ് ആയ പോലെ. അപ്പോൾ പ്രായത്തിന്റെ അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് ഒരു ടൂ മച്ച് ഓഫ് ആൾക്കാർ കുറെ കാര്യം കോംപ്ലിക്കേറ്റ് ചെയ്യും. പണം അതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പല റിലേഷൻഷിപ്പ് ഇതിനെ ചൊല്ലി പോയിട്ടുണ്ട്. എന്റെ ലൈഫിലുണ്ടായത് ഈ സോ കോൾ സ്റ്റാർഡും അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയതിനു ശേഷം കുറെ പേര് മാറിയിട്ടുണ്ട്. സോ നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അവൻ അങ്ങനെയായി, ഇപ്പോൾ ഇങ്ങനെയായി, മറ്റേത് ഇങ്ങനെയായി. നമ്മൾ മൈൻഡ് ഉണ്ടാക്കുന്ന പ്രീ കൺസീവ് നോഷൻസ് ആണ് എല്ലാത്തിനെയും കുറിച്ച്. അത് ഞാൻ വിട്ടുപോയി, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് കുറച്ച് ഞാൻ ചെക്ക് ലിസ്റ്റിൽ വെച്ച 40 പുസ്തകങ്ങളുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഐ തിങ്ക് 2ാമത്തെ പുസ്തകങ്ങൾ. അതെന്ന് തീർക്കുന്നു എനിക്ക്. അപ്പൊ ഞാൻ 2-3 വർഷം കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പുസ്തകങ്ങളാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം. എന്താ വായിക്കാൻ ഇഷ്ടം? ഫിക്ഷൻ ആണോ? അല്ല, ഫിക്ഷൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഐ മീൻ ലൈക്ക് സ്പിരിച്വാലിറ്റി ആണ് ഏറ്റവും കൂടുതൽ. അത് മനസ്സിലാക്കാൻ. ഫോർ എക്സാമ്പിൾ, ഐ എം റീഡിംഗ് എ ഖുറാൻ റൈറ്റ് നൗ. കുറെ ആയി ഞാൻ വായിച്ചു, പതിയെ വായിക്കുന്നത്. ഞാൻ ഭഗവത്ഗീത 2 തവണ വായിച്ചു കഴിഞ്ഞു. രാമായണം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ, ഈ 2-3 പുസ്തകങ്ങളിലെ ചൊല്ലി കുറെ ആവശ്യമില്ലാത്ത ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ല, വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പൊ ആരും ഇതിനെ കുറിച്ച് അങ്ങനെ വെൽ ഇൻഫോംഡ് അല്ല. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് എ പെർസ്പെക്റ്റീവ്. ഇതെന്താ ഇതിനെ കുറിച്ച് വായിച്ചത്? എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സൂതിങ് ഇഫക്റ്റ് ആണ്. ഞാൻ തുടങ്ങിയത് അജണ്ട വേറെ ആയിരുന്നു. ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കണം എന്താണെന്ന്. ഇറ്റ്സ് സോ ഗുഡ്. ഉണ്ണി സാറിന് എല്ലാ ഇന്റർവ്യൂലും പാടാറുണ്ടല്ലോ. ഇന്നേ വരെ സ്പോട്ട്ലൈറ്റിൽ വന്നിട്ട് ഒരു പാട്ട് പോലും പാടിയില്ല. എന്താ? ഞാൻ എഴുതിയ പാട്ട് പാടാം. എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പാടിക്കോ. ഓക്കെ, അച്ചാൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. ബിക്കോസ് എന്റെ ചുറ്റും എല്ലാവരും പാടുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ എന്റെ ടീമിന്റെ ഒരു പ്രോത്സാഹനം കിട്ടിയത് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അല്ലല്ല, ഞങ്ങളൊരു ചെറിയ ഗെറ്റ് ടുഗദർ നടത്തി പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ജയറാമേട്ടനാണ് ആദ്യം പാട്ട് പാടിയത്, പിന്നെ ആദിൽ പാട്ട് പാടി. അങ്ങനെ ഞാനും ജോയിൻ ചെയ്തു. കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പാടിയത് ഉണ്ണിയാണ്. അങ്ങനെയല്ല, അവര് വിചാരിച്ചുകൾ നന്നായിട്ട് പാടി എന്ന് പറയാം. ശരി, കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പാടി ആരാപ്പോ? ഞാൻ മോശമായിട്ട് പാടിയില്ല എന്ന് പറയാം. ഏറ്റവും നന്നായി പാടി ആരാപ്പോ? അതിലോ? എന്നിട്ട് അതിൽ കിട്ടാത്ത ചാൻസ് ഉണ്ണിക്ക് കിട്ടിയോ? എന്റെ സീക്വൻസ് ആയിരുന്നു. ശരി, കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ, എന്നാലും ഞാൻ പാട്ട് പാടാം. ഈ നിനവറിയാതെ, ഈ കനവറിയാതെ, അനുരാഗം പുതുമഴ പോലെ നീ എന്മാരിൽ ചായും നേരം, ഒരു കാറ്റായി മനമേ നീ എതിരേൽക്കാമോ മലേ, തേടും സ്വപ്നം പൂക്കും നേരം കൺമണി, നിൻ ചൊല്ല മോഹം ചാരേ. അപ്പൊ ശരിക്കും പാടി തന്നെയല്ലേ? ഞാൻ പിന്നെ ഇത്ര സംസാരിച്ചോണ്ട് എന്റെ ശ്രുതിയൊക്കെ ഇത്തിരി പോയിട്ടുണ്ട്. ഞാൻ ഇത്രയും പാട്ടുകളാണ് അന്ന് പാടിയത്. അപ്പോൾ ഉണ്ണിക്ക് മെലഡീസ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, അതെ, എനിക്ക് പാടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. എന്റെ കംഫർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, വിച്ച് വാസ് സോ ഗുഡ്. ലിറിക്സും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ദാറ്റ് ഈസ്, എനിക്ക് പാടാൻ പറ്റുന്ന വരികൾ മതി. കുറെ വരികൾ, അങ്ങനെ കുറെ സാഹിത്യം, സിനിമയുടെ മൂഡുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല ആദ്യം വന്ന വരികൾക്ക്. നല്ലതായിരുന്നു, ബെറ്റർ ദാൻ ദിസ്. പക്ഷെ ഭയങ്കര സാഹിത്യമായിരുന്നു. എനിക്ക് വേണ്ടത് കുറച്ചും കൂടി സിമ്പിൾ. ഈരൻ ചുണ്ടിൽ മെല്ലെ തഴുക പതിയെ, ലേറ്റർ ഓൺ വരുന്ന ഒരു ലിറിക്കാണിത്. എനിക്ക് റൊമാൻസിന്റെ കുറച്ചും കൂടി സിമ്പിൾ വേർഷൻ ആയിരുന്നു ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ചുണ്ട് നല്ലതല്ലേ, ഈറൻ എങ്ങനെ ഉണ്ടാവും, കുറച്ചും കൂടി റൊമാൻറ്റിക് ആയില്ല, എല്ലാം ചേർത്ത് വെക്കി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. സോ പാട്ട് കേട്ടിട്ട് ആരൊക്കെ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും ആദ്യം പാട്ട് കേൾപ്പിച്ചത് ഓഫ്കോഴ്സ് നമ്മുടെ ടീമിനാണ്. പിന്നെ ജയറാമേട്ടൻ കേട്ടു, അനുഷ്ക ലവ്ഡ് ഇറ്റ്, അനുഷ്ക ഷെട്ടി. പിന്നെ മഞ്ജു ചേച്ചി കേട്ടിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ നിന്ന്. പിന്നെ മമ്മൂക്കയെ ഞാൻ കേൾപ്പിച്ചു. പാട്ട് റിലീസ് ആവുന്നതിന് മുന്നേ ഫൈനൽ കൺഫർമേഷൻ, ഇതൊക്കെ ഓക്കെ ആണോ?
എന്തായിരുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞപ്പോഴാണ് ഒരു ധൈര്യമൊക്കെ വന്ന്. അല്ല, എനിക്ക് ഓക്കെ ആയിരുന്നു, എന്നാലും റിസ്ക് വേണം. ബിക്കോസ് അച്ചായൻസ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഫുട്ടേജ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഈ പാട്ടാണ് വന്നത്, ട്രെയിലർ ഒന്നും ആയിരുന്നില്ല. അപ്പൊ ബിക്കോസ് ഞാൻ പാടിയ പാട്ട് മോശമായി, അതുകൊണ്ട് ഇനിയിപ്പോ വരാൻ പോകുന്ന സിനിമ പാട്ട് ഇങ്ങനെയാണ്, ഈ സിനിമ എന്തായിരിക്കും, അങ്ങനത്തെ ചിന്തകളായിരുന്നു കൂടുതൽ. ബട്ട് ഓൾമോസ്റ്റ് ശരിയായി. എന്നിട്ട് കേട്ടിട്ട് വേറെ സിനിമ ഓഫർ വന്നോ? ഓക്കെ, എനിക്കൊരു അടുത്ത പാട്ട് ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ഗായകനായിട്ട്? അതെ, ഗായകനായിട്ട്. ഈ പാട്ട് കേട്ടിട്ട് അത് പിന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരട്ടെ പ്രൊജക്ട് ചെയ്താൽ. ആർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ എന്തായാലും ഞാൻ നായകനല്ല. അതൊക്കെ എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അത് അങ്ങനെ തന്നെ വരട്ടെ. ഞാനൊരു പാട്ട് എന്തായാലും പാടും എന്ന് ഉറപ്പിച്ചു, അത് അടുത്തായിട്ട് തന്നെ സംഭവിക്കും. പിന്നീട് ഈ സ്വകാര്യം പറയാം. 29 വയസ്സുള്ള സിനിമാ നടനായിട്ടുള്ള പയ്യൻ ആണല്ലോ. ആണാണ്, 29 ചെറുപ്രായം തന്നെ. ഈ 29 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത സിനിമാ നടനായിരിക്കുന്നതിന്റെ ഒരു ബെസ്റ്റ് കാര്യം, ഒരു വേസ്റ്റ് കാര്യം പറഞ്ഞു എന്താ ഉണ്ണിക്ക് തോന്നിയിട്ടില്ല? ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുതരം സന്തോഷം, ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചിരിക്കല്ലേ. അനുഭവിക്കട്ടല്ലോ. വേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ വേസ്റ്റ് ഒന്നുമില്ല, ഇറ്റ്സ് ഓൾ ഗുഡ്. 29 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത സിനിമാ നടൻ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിക്കാത്ത സിനിമ നടൻ അങ്ങനെ നമുക്ക് ഇങ്ങനെ വിഷമം അങ്ങനെയൊന്നുമില്ല. മുഖത്ത് ചെറിയ വിഷമമുണ്ടല്ലോ. ഇല്ല, അങ്ങനെ എനിക്ക് വിഷമില്ല. ആൾക്കാർ ചോദിക്കണമെന്നൊരു വിഷമല്ല. അല്ലല്ല, ബേസിക്കലി ഇപ്പൊ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. എന്നാൽ നമ്മളിപ്പോ മലയാള സിനിമയിലത്തെ അവസ്ഥ പറയുമ്പോൾ ഓൾമോസ്റ്റ് എവരിബഡി ഈസ് ലൈക്ക് മാരീഡ് ആൻഡ് ഹാവിംഗ് ബേബീസ് ആൻഡ് ഓൾ. ആ റേസിൽ ഞാൻ റേസ് തുടങ്ങിയിട്ടില്ല, ജൂനിയർ മോസ്റ്റാ. അങ്ങനെ. അപ്പൊ അതുകൊണ്ട് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഓഫ്കോഴ്സ് 29 എന്ന് വെച്ചാൽ ഒരു ബേസിക് രീതിയിൽ ജനറൽ നമ്മൾ ടൈം എന്നൊരു കൺസെപ്റ്റ് പറയുമ്പോൾ കല്യാണം ആവാറായി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ലേറ്റ് ആണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് വലിയ കാര്യമില്ല. ഇന്നത്തെ ജനറേഷനിൽ ഒരു 35 ആയാലും ഒരു കുഴപ്പമില്ല എന്നാണ് എന്റെ വിശ്വാസം. ശരി, ഉണ്ണിയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ ഗസ്റ്റ് പറഞ്ഞപ്പോൾ കുറെ പേര് ഇവിടെ പറയണ്ടായിരുന്നു എന്താ ഉണ്ണിയുടെ കല്യാണം എന്നൊക്കെ കേൾക്കണോ എവിടേക്കോ. ആണോ? ഏതൊരു ഫ്ലൈങ് ബേർഡ് കിളി എന്താ കോളേജ് മേറ്റ് ആണോ? അങ്ങനെയൊക്കെയാണോ? ആണല്ലേ? അല്ല, എന്റെ കോളേജിലെ മേറ്റ് ഒന്നും അല്ല. പിന്നെ ഏതൊരു കോളേജിൽ പഠിച്ചോണ്ടിരിക്കായിരിക്കും, ആർക്കറിയാം. റൂമറാണോ? എന്തെങ്കിലും സത്യം ഉണ്ടോ? സത്യം പറ. എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊട്ടി ആഘോഷിച്ചത്. അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ ഇത് നല്ലൊരു വികാരമല്ല, ഒരു പ്രണയം കല്യാണം ഒക്കെ നല്ല കാര്യങ്ങളല്ലേ. ചീത്ത കാര്യങ്ങളായിരുന്നെങ്കിൽ നമ്മൾ ഒളിപ്പിച്ച് ചോദിച്ചു നോക്കിയാണ്. പിന്നെ മാട്രിമോണിയൽ സൈഡിൽ നോക്കൂടെ? എന്തുമാത്രം സൈഡില് ഓക്കെ, ഇതിന് വേണ്ടിട്ടായിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കും. അല്ല, മാട്രിമോണിയൽ സൈഡിൽ ഇടാണ്ടിരിക്കാൻ മതി. പക്ഷെ അത് നമ്മള് അതിലേക്ക് ഇടുമ്പോൾ നമ്മൾ വി ഷുഡ് ബി റെഡി അബൌട്ട് ഇറ്റ്. ഐ മീൻ ലൈക്ക് ഞാൻ റെഡി അല്ല. എന്ന് റെഡി ആവും? ആർക്കറിയാം, എനിക്കറിയില്ല. വീട്ടുകാരൊക്കെ റെഡിയാണോ? വീട്ടുകാരൊക്കെ റെഡി, നാട്ടുകാർ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. ഉണ്ണി മാത്രം റെഡിയല്ല. ഉണ്ണി ഇപ്പോഴും ഉണ്ണിയാ. നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കൽ ഏജ് മാത്രമേ 29 അല്ലേ? അതെ എന്ന് പറയാം. മലയാള സിനിമയിൽ ഒരുപാട് പേരായിട്ട് ഉണ്ണി ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. അപ്പൊ ഈ മലയാള സിനിമയിൽ ആരും പറയുന്നില്ലേ ഉണ്ണി നിനക്ക് ഇത്രയും പ്രായമായി കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ? എല്ലാവരും പറയാറുണ്ട് അങ്ങനെ. പക്ഷെ മലയാള സിനിമയിൽ എല്ലാവരും ബിസിയാണ്. ഇനിയിപ്പോ എന്റെ കല്യാണം അവർക്ക് നടത്തി തന്നിട്ട് ഒന്നും കിട്ടാനില്ലല്ലേ? പ്രത്യേകിച്ചൊന്നും പോകുന്നില്ല. പിന്നെ കൂടുതൽ എന്റെ അടുത്ത് ഇങ്ങനെ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാറില്ല. ചെറിയ രീതിയിൽ ഷോർട്ട് ടെമ്പർഡ് ആയതുകൊണ്ട് പറയുന്നത് കേട്ടില്ലേ എന്ന് ചിലപ്പോ. അപ്പൊ എന്റെ കൂടെ എന്റെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയാലും എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മലയാളി ഫാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ തെലുങ്കിലും ഒക്കെ ഫാൻസ് ആയില്ലേ? അവരൊക്കെ കൂടുതലും ചോദിക്കുന്നത് എന്ത് കാര്യങ്ങളാ? അവര് മലയാളത്തിൽ നിന്നാണ് കൂടുതൽ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഇമോഷണൽ ആണല്ലോ ഇവിടെ. മറ്റേത് ഒരു സ്റ്റാർ എന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന രീതിയിൽ. തെലുങ്കൊക്കെ കല്യാണം ആലോചന വന്നിരുന്നോ? ഇല്ല. പിന്നെ ഇവിടെ ആക്ച്വലി എന്നെ വെറും ഒരു സിനിമാ നടൻ എന്ന രീതിയിലല്ല കാണുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ വീട്ടിലത്തെ ഒരു അംഗം എന്ന രീതിയിലാണ് എനിക്ക് വരുന്ന മെസ്സേജസിൽ ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിലേക്ക് ഒരു ചെറിയൊരു താല്പര്യം ഉണ്ട്. തീർച്ചയായിട്ടും അംഗത്തിന്റെ കല്യാണം നടത്തേണ്ട ആരുടെ ഉത്തരവാദിത്തം? വീട്ടിലുള്ളവരുടെ അല്ലേ? അതെ. ഇതിപ്പോ കേൾക്കുമ്പോ ആൾക്കാർ ചോദിക്കും ഞാനിവിടെ സ്പോട്ട്ലൈറ്റിൽ ഉണ്ണിയുടെ കല്യാണം നടത്തിയിട്ടേ വിടുള്ളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ കല്യാണമൊക്കെ ആവുമ്പോ എന്നോട് പറയില്ലേ? തീർച്ചയായിട്ടും അറിയിക്കാം, ഞാൻ മെസ്സേജ് അയക്കാം. ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞറിയേണ്ടി വരുമോ? ഇല്ല, ഞാൻ മെസ്സേജ് അയച്ചിരിക്കും. കൃത്യമായിട്ട് ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടുമല്ലോ? ഇൻവിറ്റേഷൻ കാർഡ് ഒക്കെ ഔട്ട്ഡേറ്റഡ് അല്ല, ഞാൻ വിളിച്ചു പറയാം വരണം. ശാലിനി ഫ്രീ ആണെങ്കിൽ എന്റെ കല്യാണത്തിലേക്ക് വരണം. ശരി, വിളിച്ചാ വരാം. ഉണ്ണിക്ക് യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടം? അത്യാവശ്യം. അതെ. ഈ അച്ചായൻസ് എന്ന സിനിമയിൽ ഒരു യാത്രയിലാണല്ലോ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. അങ്ങനെ വല്ല പ്രശ്നം പറ്റിയ യാത്ര നടത്തിയിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ഡോക്യുമെന്റ് ചെയ്യാറില്ല, എന്റെ ഓർമ്മയിലും ഇല്ല. ഞാൻ പോയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആ യാത്രയിൽ മീറ്റ് ചെയ്ത ആൾക്കാർ എനിക്ക് ഓർമ്മയില്ല. എന്റെ കയ്യിൽ ഞാൻ പോയ സ്ഥലങ്ങളുടെ പിക്ചേഴ്സ്
ആണെന്ന് ചോദിച്ചാൽ ഇല്ല. പോയ സ്ഥലത്ത് അപ്പൊ തന്നെ ഫോണും ഇതെടുത്തിട്ട് എടുക്കാറില്ല. ബിക്കോസ് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ലണ്ടൻ പോയിരുന്നു, US ഞാൻ പോയി, ഓസ്ട്രേലിയ ഞാൻ പോയി. ഈ ലാസ്റ്റ് 2 yearsൽ നടത്തിയ ഏറ്റവും വലിയ ട്രിപ്സ് ഇതൊക്കെ തന്നെയാണ്. ട്രാവൽ ഡയറീസ് എഴുതാൻ പറഞ്ഞു ഏതൊക്കെ സ്ഥലങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എഴുതും? ഈ പോയ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ബിക്കോസ് അത് എന്റേതായ വേർഷൻ. അതിൽ ചിലപ്പോ ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഫീച്ചർ ചെയ്യില്ല എന്നേ ഉള്ളൂ. സ്ഥലങ്ങളുണ്ടാവും, എനിക്കുണ്ടായ ഓർമ്മകളുണ്ട്. പിന്നെ കുറെ മൃഗങ്ങളും പക്ഷികളും കാണും. മൃഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ ഞാനിപ്പോ ഓസ്ട്രേലിയയിൽ പോയപ്പോ കാങ്കറുടെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഐ ജസ്റ്റ് വെന്റ് ദേർ. ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു എന്ന് പിന്നീട് പറഞ്ഞവര്. തല്ലു ഒറ്റ ചവിട്ടാണ്, കഥ കഴിച്ചു. വിദേശത്ത് മാത്രമേ പോളൂ, ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമല്ല? ഉണ്ട്, പക്ഷെ എക്സ്പെൻസീവ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നു കോസ്റ്റ് എഫക്റ്റീവ് അല്ല ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നത്. മറ്റേ സ്പോൺസർ ഉള്ളതുകൊണ്ടാണ് ആണ്. ഇവിടെ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്ന ട്രാവൽ പറഞ്ഞത് ഇന്ത്യയിൽ എനിക്ക് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്ഥലം, മല്ലു സിംഗ്. പിന്നീട് മല്ലു സിംഗിന് ശേഷം ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു എപ്പോഴും എനിക്ക്. ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു വർക്കിനെ കുറിച്ച്. ഒറീസയിൽ പോയി, പക്ഷെ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്. ഇനി പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം അറിയോ? സിക്കിം, ദെഹ്റാദൂൻ, ഡാർജിലിംഗ്, കശ്മീർ, ഷിംല, കുലു മനാലി, ഉത്തരാഖണ്ഡ്, അങ്ങനെയൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ബീച്ചസിനേക്കാളും കൂടുതൽ ഇഷ്ടം വുഡ്സ് ആണ്, ഫോറസ്റ്റ് ആണ് എനിക്ക് ഇഷ്ടം. ഹിൽ സ്റ്റേഷൻ ഇഷ്ടമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം? ഇറ്റലി. മോസ്റ്റ് റൊമാൻറ്റിക് ഐ തിങ്ക്. ഞാൻ ചെറുപ്പം തൊട്ട് കേട്ടതും ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ച സ്ഥലം അതാണ്. പിന്നീട് പോയതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോണ്ട എന്ന് തോന്നിയത് ലണ്ടനിലാണ്. ഓ മൈ ഗോഡ്. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് ഈ ഷേക്സ്പിയർ മറ്റേതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരാൻ തോന്നിയില്ല. റിവർ തേംസ് എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഫാസിനേഷൻ തോന്നി. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നൊരു വില്യം ഷേക്സ്പിയറിന്റെ ഒരു പ്ലേ ഉണ്ട്. അതിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജോയ് എന്നൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നു. ജോയ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാരക്ടർ പാസ് ചെയ്യുമ്പോൾ വിസിലടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ ആ പ്ലേയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വില്യം ഷേക്സ്പിയറിനോട് ഇത്തിരി ഇഷ്ടമല്ല. എന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി. ഞാൻ ഷേക്സ്പിയർ ജനിച്ച വീടും ആ സ്ഥലം, ആ സ്ട്രീറ്റ്സ് ഒക്കെ ഫോളോ ചെയ്തു. നമ്മൾ ഇറ്റലിയിലായിരുന്നു നിന്നത്. ഇറ്റലിയിൽ നമ്മൾ പോകുന്നത് വേറെ മൂഡിലാണ്. അതെ. ഈ ഇറ്റലിയിൽ എന്താ എത്രമാത്രം ഇഷ്ടപ്പെടാൻ കാര്യം? എനിക്ക് തോന്നുന്നു എനിക്ക് അവരുടെ കളർ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഉപയോഗിക്കുന്ന കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരുടെ ജോഗ്രഫി ഇവിടെ കാണാത്ത രീതിയിലുള്ള ജോഗ്രഫിയാണ്. പിക്ചേഴ്സ് ആവട്ടെ എല്ലാം ഫോട്ടോ, ഗൂഗിൾ ഇതൊക്കെയുള്ളൂ. അപ്പോ പിന്നെ ഇറ്റലിയിലത്തെ ആൺകുട്ടികളും പെൺകുട്ടികളാണ് ഏറ്റവും ഭംഗിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാർ. ദാറ്റ് ഈസ് ഫോർ മെൻ. ഇറ്റലിയിലത്തെ ആൾക്കാരാണ് ഏറ്റവും. ഇറ്റാലിയൻ മാഫിയ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഗ്ലാമറസ് ഗുണ്ടകളെയാണ് നമ്മൾ കാണുന്നത്. ഇവര് ഗുണ്ടയാണോ? അതുപോലെ തന്നെ പെൺകുട്ടികളും ഭയങ്കര സുന്ദരിമാരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ഹണിമൂൺ വേറെ സബ്ജക്റ്റ് ആണ്. അത് ഇറ്റലിയുമായിട്ടൊരു ബന്ധമില്ല. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് ഉണ്ണി മുകുന്ദന് ഞാൻ കൊടുക്കാൻ പോകുന്ന റൗണ്ടിന്റെ പേര് പാഞ്ച് കാ പഞ്ച് എന്നാണ് കേട്ടോ. ഇതിൽ ഞാൻ 5 വാക്കുകൾ പറയും. ഓരോ വാക്കും കേൾക്കുമ്പോൾ എന്താണോ ആദ്യം മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറയാം. സ്ക്രീൻ പ്രസൻസ് എനിക്കുണ്ട്, നല്ല സ്ക്രീൻ പ്രസൻസ്. എന്തോ എല്ലാരും പറയുന്നു. ഉണ്ണിമുകുന്ദൻ. ശരി, ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ സൂപ്പർമാനും അല്ലെങ്കിൽ ഹ്യൂ ജാക്ക്മാൻ. സമ്മതിച്ചു. അടുത്തത് ഷോ സ്റ്റീലർ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രൂപേഷ്. പുള്ളിക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പല സമയത്ത് പല തമാശകളും ഇഡിയംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, ഇതെല്ലാം നമ്മളിങ്ങനെ ഓർത്തിക്കും. പക്ഷെ കറക്റ്റ് സമയത്ത് ഇങ്ങനെ സിറ്റുവേഷനിൽ ദാറ്റ് ഈസ് ഞാൻ അവനെ എങ്ങനെ ഹൗ ഇസ് ഇറ്റ് നമ്മൾ ആ വിഷയം മറന്നിട്ട് ഇവൻ പറഞ്ഞ തമാശയുടെ ആ ഫൺ വിട്ടിട്ട് എനിക്ക് എങ്ങനെ ഇത് റീകളക്ട് ചെയ്ത് ആ സമയത്ത് പറയാൻ പറ്റി എന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, അത് ഞാൻ കൂടുതൽ പേർക്ക് കണ്ടിട്ടില്ല. അവന്റെ പേര് രൂപേഷ് എന്നാണ്. ശരി, ക്ലീഷേ പറയുമ്പോ എന്റെ പല സിനിമകളും ചൈൻസ് നല്ല അടിപൊളി ഒരു ക്ലീഷയാണ്, പക്ഷെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലീഷേ സിറ്റുവേഷൻ പറഞ്ഞേ. ഉണ്ണി അഭിനയിച്ച് മതിയത്. നായകൻ വരുന്നു, വില്ലന്മാരെ ഇടിച്ച് താഴ്ത്തി വീഴ്ത്തുന്നു, നായിക ഭയങ്കര ഇംപ്രസ് ആവുന്നു. സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ മല്ലു സിംഗിൽ ചെയ്തിട്ടുണ്ട്, ചൈൻസിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ സിനിമകളുണ്ട്. ഇതൊരു ക്ലീഷ ആണല്ലോ, എനിക്ക് ക്ലീഷ ഇഷ്ടമാണ്. ക്ലീഷ അടിപൊളിയാണ്. കള്ളത്തരം എന്ന് പറയുമ്പോ ഞാൻ എന്നെ തന്നെ കാണുന്നു. നമ്പർ 1 കള്ളനാണ്.
എന്താണ്? ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞ കേട്ടെ? ചെറിയ കള്ളത്തരങ്ങൾ പറയാൻ പറ്റുമോ? വലിയ ആർക്കും വലിയ ദോഷമില്ലാത്തൊരു കള്ളത്തരം പറഞ്ഞു. ഓക്കെ, ഞാൻ അത്രയും പാവമൊന്നുമല്ല, ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ഈ കാണുന്ന പോലെ ഒന്നുമല്ല, സത്യം. ശരി. മറവി എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ള ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജോഗ്രഫിക്കലി ചാലഞ്ച്ഡ് ആണ്. എനിക്ക് എന്റെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ 20 വർഷം ഒരേ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് എന്നെ ഒരു ഏരിയയിൽ കറങ്ങി തിരിച്ച് അവിടെ വിട്ടപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി ഞാൻ മറന്നുപോയി. ഗുജറാത്തിലും ഇപ്പോഴും എനിക്ക് എറണാകുളത്ത് പല സ്ഥലത്തും ഇപ്പൊ GPS ഞാൻ യൂസ് ചെയ്യാൻ പഠിച്ച് വന്നോളൂ. ഐ എം വെരി ടെക്നിക്കലി ബാഡ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നെ പഠിപ്പിച്ചു തന്നു, ഇങ്ങനെ സാധനം ചെയ്ത് കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ആവും. ഇന്നിപ്പോ GPS ഇല്ലെങ്കിൽ ഉണ്ണിമൂന്നില്ല, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അതാണ് ഇന്റർനെറ്റിൽ എന്റെ എപ്പോഴും ഇന്റർനെറ്റ് ഓൺ ആയി കിടക്കുന്ന ഒരു കാര്യമാണ്. വണ്ടി ഓടിക്കുമ്പോൾ എന്റെ ഫോൺ എന്റെ GPS ആ പെൺകുട്ടി ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് തന്നില്ലെങ്കിൽ ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ വരുമ്പോ തന്നെ ഞാൻ വേറെ എവിടെയോ പോയിട്ട് നിന്നു. പിന്നെ ഞാൻ വിളിച്ചു, ഇങ്ങനെ നിങ്ങളുടെ ഓഫീസ് ഇവിടെ കാണുന്നില്ല, അപ്പൊ ഒരു ഉണ്ണി നിൽക്കുന്ന സ്ഥലം ശരിയല്ല. എനിക്ക് സ്ഥിരം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രൈവറിന് വെക്കുന്നില്ല. ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. എന്നാൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. അങ്ങനെ എനിക്ക് ജോഗ്രഫിക്കലി മാത്രം കേട്ടോ, ഈ റോഡ്സ് ഇപ്പൊ രാത്രി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതേ സമയത്ത് അതേ സ്ഥലം നമ്മൾ ഡേ ടൈമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഒന്നും മനസ്സിലാവില്ല എന്താ ഇങ്ങനെയാണ്. സോ അത് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഫൺ. ഒരു പുതുമയുണ്ട് ലൈഫിൽ എപ്പോഴും. ഇമോഷണൽ ആണോ? അതെ, അതുകൊണ്ട് തന്നെ സിനിമയിൽ എത്താൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതികരിക്കുകയൊക്കെ ചെയ്യൂലേ, പെട്ടെന്ന് ദേഷ്യം വരുമോ? ഒരു ഫിൽട്ടർ വെക്കാണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇവൻ പേജിലൂടെ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എനിക്കൊരു ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കും. ഇങ്ങനെ എപ്പോഴും പ്രതികരിക്കുമ്പോൾ ആരും പറയാറൊന്നുമില്ലേ ഉണ്ണി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യരുത് എന്ന്? പറയും ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ അഡ്വൈസ് അങ്ങനെ ഞാൻ നമ്മുടെ ഒരു ലൈഫാണ്. ഞാൻ അങ്ങനെ എനിക്കറിയാം ഏകദേശം ഞാൻ മോശമായ രീതിയിൽ സംസാരിക്കാറില്ല, കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആയിട്ട് പറയാറുണ്ട്. പിന്നെ ഒരാളെ വേദനിപ്പിക്കാൻ ഒരു രീതിയിലും ഞാൻ പേഴ്സണൽ ആയിട്ട് ഒരു അജണ്ട ആയിട്ട് കാണാറില്ല. പിന്നെ ഒരു വിഷയം പറയാതിരിക്കുക വയ്യ അങ്ങനൊന്നുമില്ല, പറഞ്ഞിരിക്കണം, അത് കുഴപ്പമൊന്നുമില്ല. പൊളിറ്റിക്സ് ഇഷ്ടമാണോ? പൊളിറ്റിക്സ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് എന്റേതായ ഒരു പൊളിറ്റിക്കൽ നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു യൂത്ത് എപ്പോഴും വെൽ ഇൻഫോംഡ് ആയിരിക്കണം അവരുടെ പൊളിറ്റിക്കൽ സിനാരിയോസിനെ കുറിച്ചും, അല്ലെങ്കിൽ അവരെവിടെ താമസിക്കുന്നു, എന്താണ് മനസ്സിലായിരിക്കണം. ബിക്കോസ് യു ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓരോ ചെറിയ ഡിസിഷൻസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസന്റിനെ ഡിസ്റ്റർബ് ചെയ്യും. ആ രീതിയിൽ യു ഷുഡ് ബി വെൽ ഇൻഫോംഡ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് പൊളിറ്റിക്സ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അവരെ ചെയ്യാൻ അനുവദിക്കണം. അങ്ങനെ പൊളിറ്റിക്സിൽ വരുമോ ഞാൻ ചോദിച്ചുള്ളൂ, എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് പ്ലീസ്. വരുമൊന്നുമില്ല. തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ ഞാൻ ആരാ? അങ്ങനെ ഒരു വരാൻ താല്പര്യമുണ്ടോ? യു നെവർ നോ. ലൈഫിൽ ഒരു ഇതുണ്ട്, ലൈക്ക് നല്ലത് മീൻസ് എനിക്ക് തോന്നുകയാണ് ഇതുകൊണ്ട് 4 പേർക്ക് നല്ലത് സംഭവിക്കും എന്ന് പറയുകയാണെങ്കിൽ വൈ നോട്ട്. എന്താ പൊളിറ്റിക്സിൽ വന്നല്ലേ? പൊളിറ്റിക്സ് തന്നെ മോശമൊന്നുമില്ല, ഒരിക്കലും പൊളിറ്റിക്സ് മോശമല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറയാണ് ലൈക്ക് ഞാൻ നാളെ പൊളിറ്റിക്സിന് വരുന്ന ഹെഡ്ലൈൻ ആക്കി കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയോണ്ട് ചോദിച്ചതാ. പേഴ്സണലി അല്ല, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കാണല്ലോ. ഇത് പേഴ്സണൽ ചോദ്യം അല്ലല്ലോ. പക്ഷെ താല്പര്യമുണ്ട്, അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. കുറവില്ല. ഇനിയിപ്പോ ഏതൊക്കെ സിനിമ ചെയ്തോണ്ടിരിക്കണേ? കുറെ ഉണ്ടല്ലോ. ക്ലിന്റ് ഇപ്പൊ ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഡബിങ് തുടങ്ങും. ഭാഗ്മതിയുടെ ഷൂട്ട് ബൈലിംഗ്വൽ തെലുഗു തമിഴ്. പിന്നെ അവരുടെ രാവുകൾ ജൂൺ 23 റിലീസ് ഉണ്ട്. ഞാനും ആസിഫ് അലിയും വിനയ് ഫോർട്ടും വേണുചേട്ടൻ്റെ ഒപ്പം നെടുമണി വേണുചേട്ടൻ്റെ അതിന്റെ റോളിനെ കുറിച്ച് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പിന്നെ ആ പടത്തിന്റെ പ്രൊമോഷനായിട്ട് പറയാം. ഭയങ്കര ഫൺ റോളാണ്. എന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഗെറ്റപ്പും. എനിക്കറിയാലോ. ഓക്കെ, ഗുഡ്. ആരോടും പറയണ്ട. അതുപോലെ വേറെ ഇത് പടം ഉണ്ടല്ലോ, അജയ് വാസുദേവൻ ഡയറക്ട് ചെയ്യുന്ന മമ്മൂക്ക പടത്തിൽ ഐ എം പ്ലേയിങ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. കുറെ ഉണ്ടെങ്കിൽ ഇതാ മറന്നു. ഇല്ല, അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ആക്ച്വലി എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ഈ ടൈമിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് സാധാരണക്കാളും ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതർവൈസ് ഞാനൊരു പടം ചെയ്യും 3 മാസം ഞാൻ വെറുതെ ഇരിക്കും, പിന്നെ വരും. അതുകൊണ്ട് തന്നെയാണ് സിനിമകളുടെ എണ്ണം കുറവ്. ഫ്രണ്ട്സ് പറയാറുണ്ട് നീ ഈ ബ്രേക്ക് എടുക്കുന്നത് നിർത്ത്. അപ്പൊ എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ ഗുഡും ബാഡും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. ഗുഡ് എന്ന് വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യണം, മൈനസസ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളൊരു സമയമുണ്ടല്ലോ. അപ്പൊ എനിക്കിത്തിരി അതിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിനിമ വിജയിച്ചില്ല എന്ന് വെച്ചാൽ ആ വിഷമം എങ്ങനെ ഓടണം ഒരു 3 മാസം 2 മാസം അത് അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തുകൊണ്ട് ഇത് വർക്കൗട്ട് ആയില്ല, എന്തായിരുന്നു എന്റെ പ്രശ്നങ്ങൾ എന്ന് ഞാനിങ്ങനെ എൻജോയ് ചെയ്യും. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിശകലനം നടത്തും. അതെ, അതന്നെ. വളരെ മോശമാണ് മലയാളത്തില്. അപ്പോ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്പർ ഓഫ് ഫിലിംസ് വളരെ കുറവാണ്. പക്ഷേ ഈ ടൈമിൽ ഞാൻ അങ്ങനെ കൂടുതൽ ചിന്തിക്കാണ്ട് കുറച്ച് ബ്രേക്ക് എടുക്കണം എന്നൊരു അജണ്ട വേസ്റ്റ് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കും. ഇനി ഒന്നും ചിന്തിക്കാണ്ട് കുറച്ച് വെറുതെ ഇരിക്കുമോ? വെറുതെ അറിയാം. ഞാൻ നിർത്താൻ പോവാ. ഓക്കെ, വെരി ബെസ്റ്റ്.